സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിജിലൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിജിലൻസ് ന്യൂസ് കൊച്ചി നഗരസഭയിലെ ബ്രഹ്മപുരം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ബയോമൈനിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, 2022 മുതൽ ബയോമൈനിങ്ങിൽ അഴിമതി തുടങ്ങിയാണ്. അതുമായി ബന്ധപ്പെട്ട് 14 ദിവസമാണ് ബ്രഹ്മപുരം നിന്ന് കത്തിയത്. ആ 14 ദിവസത്തെ വിഷപ്പുക നമ്മളെല്ലാവരും ശ്വസിച്ചതാണ്. കഴിഞ്ഞ ദിവസം, അതായത് 2026 മാർച്ച് 13 വ്യാഴാഴ്ച, വലിയൊരു 3 കോടി രൂപയുടെ അഴിമതിയാണ് കൊച്ചി നഗരസഭയിലെ ഡെപ്യൂട്ടി മേയർ, അതായത് ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായ ദീപക് ജോയിയും മറ്റ് സംഘങ്ങളും കൂടി നടത്തിയിരിക്കുന്നു. എന്താണ് അവർ നടത്തിയിരിക്കുന്ന ഈ അഴിമതിയുടെ ബാക്കി പത്രം? 2023 ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉടലെടുക്കുകയും അന്ന് എറണാകുളം ജില്ലാ കളക്ടർ ഇടപെട്ട് ബയോമൈനിങ്ങിന് ഒരു സർവേ നടത്തുകയും അവിടെ 7 ലക്ഷത്തിൻ്റെ ലെഗസി വേസ്റ്റുകളെന്ന് കണ്ടെത്തുകയും ഭൂമി ഗ്രീൻ എന്ന് പറയുന്ന ബോംബെ കമ്പനിക്ക് നൽകുകയുണ്ടായി. ബോംബെ കമ്പനിയായ ഭൂമി ഗ്രീൻ ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണെന്നാണ് അന്നത്തെ UDF കൗൺസിലർമാർ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കൗൺസിൽ യോഗത്തിൽ നിന്ന് ഈ 25 കൗൺസിലർമാരും ഇറങ്ങിപ്പോയി. അന്നത്തെ മേയറായ അനിൽകുമാറും ഭരണപക്ഷവും കൂടി എടുത്ത തീരുമാനം, 1 ടണ്ണിന് 1690 രൂപയ്ക്കാണ് ഭൂമി ഗ്രീന് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഭയങ്കര തർക്കമുണ്ടായെങ്കിലും 1118 കോടിക്ക് അത് ഉറപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം നവംബറിൽ ഭൂമി ഗ്രീൻ അവർക്ക് നിജപ്പെടുത്തി കൊടുത്ത 7 ലക്ഷം മെട്രിക് ടൺ ലെഗസി വേസ്റ്റ് ബയോമൈനിങ്ങിലൂടെ മറ്റ് സിമൻറ്റ് കമ്പനിക്ക് കൊടുത്തു എന്ന് അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. ബാക്കി വരുന്ന 5 കോടി രൂപ കഴിഞ്ഞ കൗൺസിലാണ് ഈ പറയുന്ന ഭൂമി ഗ്രീനിന് പാസ്സാക്കി കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ കോർപ്പറേഷൻ മേയറടക്കം ബ്രഹ്മപുരം സന്ദർശിച്ചപ്പോൾ അന്നത്തെ ഹെൽത്ത് ഓഫീസറായിരുന്ന ഗോപകുമാർ അടക്കം പറഞ്ഞത്, ഇനി മുതൽ ഒരു ബയോമൈനിങ് നടത്താൻ നേരത്ത് അവരുടെ ലോറിക്ക് GPS ഘടിപ്പിക്കണമെന്നും കൂടാതെ ഏത് സിമൻറ്റ് കമ്പനിക്കാണ് കൊടുക്കുന്നതെന്ന് ഈ പറയുന്ന ടെൻഡർ നടപടികളിൽ നടത്തണമെന്നും പറയുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 26/1/26 കൗൺസിൽ യോഗം ഏകകണ്ഠമായിട്ട് ഒരു തീരുമാനമെടുത്തു. 1,69,701 മെട്രിക് ടൺ ലെഗസി വേസ്റ്റ് കൂടാതെ അവിടെ കിടക്കുന്ന എല്ലാ ലെഗസി വേസ്റ്റും കൂടി ഏകദേശം 3 ലക്ഷം വരുമെന്നും അതുമേൽ ഒരു സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമായി. ഫെബ്രുവരി 2 ഈ പറയുന്ന ഹെൽത്ത് ഓഫീസറായ ഗോപകുമാറെ ഒരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. അടിയന്തരമായി ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റി. അതിനുള്ള കാരണമാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 13 നമ്മൾക്ക് മനസ്സിലായത്. എന്താണ്? അളവൊന്നും നടത്താതെ കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായി ഡെപ്യൂട്ടി മേയറായ ദീപക് ജോയി, അതായത് ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായ ദീപക് ജോയി ഏകകണ്ഠമായിട്ട് ഈ പറയുന്ന ഭൂമി ഗ്രീനെ വിളിച്ചു വരുത്തുകയും ഒരു നെഗോസിയേഷൻ നടത്തി. എന്താണ് നെഗോസിയേഷൻ? 1672 രൂപ 1 ടണ്ണിന്. ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കഴിഞ്ഞ മാസമാണ് കാലിക്കറ്റ് കോർപ്പറേഷനിൽ സിഗ്മ എന്ന് പറയുന്ന കമ്പനിക്ക് സർക്കാർ നിജപ്പെടുത്തി കൊടുത്തത് 1450 രൂപയാണ് 1 ടണ്ണിന്. അങ്ങനെ ഇരിക്കെ സർക്കാർ നിജപ്പെടുത്തി കൊടുത്ത ഈ തുക നിലനിൽക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ 13 ഇലക്ഷൻ 15 പ്രഖ്യാപിക്കുന്നു. 13 ഡെപ്യൂട്ടി മേയറുടെ റൂമിൽ യോഗം കൂടുകയും അതിന് ഒരു സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് തയ്യാറാക്കുകയും സെക്രട്ടറി അതിൽ ആ ദിവസം തന്നെ 13 തന്നെ ഒപ്പിട്ട് നൽകുന്നു. ഇതിലാണ് ഞാൻ പറഞ്ഞത് ഏകദേശം 3 കോടിയിൽ പരം രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നത്. എത്ര കോടി രൂപയാണ് ബ്രഹ്മപുരത്തെ ലെഗസി വേസ്റ്റുമായി കൊച്ചി നഗരസഭ നടത്തിയിരിക്കുന്നത്? എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചക്കരക്കുടം പോലെ കൈയിട്ട് വാരുകയല്ലേ. പക്ഷെ ഈ നടത്തിയ അഴിമതിക്കകത്ത് ഡെപ്യൂട്ടി മേയർ മറുപടി പറയണം. കാരണം കൗൺസിൽ തീരുമാനം എന്താണ്? ഡെപ്യൂട്ടി മേയർ ദീപക് ജോയി, കൗൺസിൽ തീരുമാനം എന്ന് പറയുന്നത് അത് സർവേ നടത്തണം. സർവേ നടത്തി 3 ലക്ഷം ഉണ്ടെന്ന് കഴിഞ്ഞാൽ ടെൻഡർ നടപടികൾ നടത്തണമെന്നല്ലേ നിങ്ങളെ കൗൺസിൽ തീരുമാനിച്ചത്? ടെൻഡർ നടപടികൾ കൂടി സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വർക്സ് കമ്മിറ്റിയും അറിയാതെ അതേപോലെ ഹെൽത്ത് കമ്മിറ്റിയും അറിയാതെ നിങ്ങൾ ഈ 13 ഈ പറയുന്ന എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത്? നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ
ഭൂമി ഗ്രീൻ എന്ന് പറയുന്ന കമ്പനി തട്ടിക്കൂട്ട് ബോംബെ കമ്പനിയാണെന്ന് നിങ്ങൾ പല പ്രാവശ്യം സമരം ചെയ്തില്ലേ? എത്ര സമരങ്ങളാണ് നിങ്ങൾ നടത്തിയത്? ആ സമരത്തിന്റെ കൂടെ ഇവിടുത്തെ പൊതുജനവും നിന്നതാണ്. മിസ്റ്റർ ദീപക് ജോയ്, ഇതിന് നിങ്ങൾ മറുപടി പറയണം. നഗ്നമായ ചട്ടലംഘനം, ഇല്ലാത്ത വകുപ്പ് ഉപയോഗിക്കൽ, എന്തടിസ്ഥാനത്തിൽ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ സപ്ലിമെന്ററി എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്? ആ എഗ്രിമെന്റ് നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്തോ? വേണ്ട, എനിക്ക് ആ എഗ്രിമെന്റ് കിട്ടി. ഞാൻ ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. 3 കോടി രൂപയുടെ അഴിമതിയാണ് ദീപക് ജോയ് എന്ന് പറയുന്ന ഡെപ്യൂട്ടി മേയർ, അതായത് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോട് സമാധാനം പറയണം. അടിയന്തരമായി കൗൺസിൽ കൂടിയിട്ട് ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യണം. കാരണം കഴിഞ്ഞ ജനുവരിയിൽ നിങ്ങളെല്ലാവരും പോയി ബ്രഹ്മപുരത്ത് ഈ പറയുന്ന ലെഗസി വേസ്റ്റ് 3 ലക്ഷം അറൗണ്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് മിസ്റ്റർ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയർ ഇവിടെ മാറ്റം നടന്നത്? അതിനെയാണ് അഴിമതി എന്ന് പറയുന്നത്. മിനിമം 3 കോടിയുടെ അഴിമതിയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. നിങ്ങൾ പൊതുജനങ്ങളോട് തുറന്ന് സംസാരിക്കണം. ഈ പറയുന്ന എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് എന്റെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതുവരെ താൽക്കാലിക വിടാം. അടുത്ത വിജിലൻസ് ന്യൂസ് മാസ്റ്റർ ബോർഡാണ്. മാസ്റ്റർ ബോർഡിലെ ലക്ഷങ്ങളുടെ കോടികളുടെ അഴിമതി. അതുവരെ താൽക്കാലിക വിടാം.